ഇവിടെ ഒരു തെറ്റിദ്ധാരണ കൂടി ഉണ്ടായെന്നാണ് നേരത്തെ പ്രിൻസിപ്പലിനോട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ ലൈനിലുണ്ട്, താങ്കളെ കേൾക്കാം. അപ്പൊ പറഞ്ഞത് നേരത്തെ ഇവിടെ ജാസി ഗിഫ്റ്റ് മാത്രമേ പാടൂ എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അറേഞ്ച് ചെയ്തത്. ഇവിടെ നേരത്തെ കുസാറ്റിലെ സംഭവമൊക്കെ അറിയാലോ, വലിയ ഒന്നും തള്ളും ഉണ്ടാകാൻ പാടില്ല, കോളേജിൽ അങ്ങനെ ഒരു പരിപാടി നടത്താൻ പാടില്ല എന്ന് നിയമമുണ്ട്, ആ നിയമത്തിലാണെന്നാണ്. അപ്പോഴും ഞാൻ പ്രിൻസിപ്പലിനോട് ചോദിച്ചു, എങ്കിൽ ഇത് നേരത്തെ പറയാമായിരുന്നു, പരിപാടിക്ക് മുമ്പ് ഒരു പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയേണ്ട കാര്യമില്ലായിരുന്നു, അതാണ് ഇൻസൾട്ട് ചെയ്തു എന്ന് തോന്നലുണ്ടാക്കിയത് എന്ന്. താങ്കൾക്ക് അത് നേരിട്ട് പ്രിൻസിപ്പലിനോട് സംസാരിക്കാം, അദ്ദേഹം ലൈനിലുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പ്രിൻസിപ്പലിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ജാസി ഗിഫ്റ്റിനോട്? പ്രിൻസിപ്പൽ കേൾക്കാമോ? ഓക്കെ, ഞാൻ സംസാരിക്കാം. ഇതാണ് കേൾക്കാം. എന്നെ കേൾക്കാവോ? ഇതാണ് സംഭവിച്ചത്. ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളാണ് എല്ലാം അറേഞ്ച് ചെയ്ത്, നമ്മൾ തമ്മിൽ നേരെ സംസാരിച്ചിട്ടില്ല. അപ്പൊ കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു, കുസാറ്റിന്റെ സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, എക്സ്റ്റേണൽ മ്യൂസിക് പെർഫോമൻസ് പാടില്ല, ഇനോഗ്രൽ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് സാറ് വന്ന് 5 പാട്ട് പാടും. അത് ഞാൻ സമ്മതിച്ചു. സാറിന്റെ കൂടെ ആരും പാടാൻ പാടില്ല, കോ സിംഗർ ഉണ്ടാകാൻ പാടില്ല, ഒരു പെർഫോമൻസ് ആകാൻ പാടില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. എക്സ്റ്റേണൽ പെർഫോമൻസ് ആകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കുട്ടികൾ അത് സമ്മതിച്ച് സാറിനോട് കൺവേ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. സാർ മാത്രമേ പാടുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണ് തലേദിവസം തന്നെ പോലീസൊക്കെ ഇത് പറ്റില്ല, ഈ പരിപാടികൾ, ഇങ്ങനെ ഒരു പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞാണ്, എന്റെ റിസ്കിലാണ് അതവിടെ നടക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ടീച്ചറാണ് ഉത്തരവാദി, ടീച്ചറും മാനേജറുമാണ് ഉത്തരവാദി എന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഉറപ്പിലാണ് ഞാൻ ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾ സാറിനോട് കൺവേ ചെയ്തിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പൊ 2ാമത്തെ പാട്ടാണ് സാർ കോ സിംഗറിലൂടെ പാടിയത്. 3ാമത്തെ പാട്ടും സാർ രണ്ടുപേരും കൂടെ തുടങ്ങുന്നത് കണ്ടപ്പോഴാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറിയത്. ഞാൻ കുട്ടികളെ നോക്കി, കുട്ടികളെ കണ്ടില്ല സാറിനോട് അത് കൺവേ ചെയ്യാനായിട്ട്. കുട്ടികൾ അപ്പോഴേക്കും ഇപ്പുറത്തോട്ടൊക്കെ പോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരെ വന്ന് കുട്ടികളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്ക് എടുത്ത്. കുട്ടികൾ എന്നോടുള്ള പ്രോമിസ് ലംഘിച്ചു. മൈക്ക് സാറിനോട് ചോദിച്ചു വാങ്ങിക്കാതെ സാർ എനിക്ക് തരുവാണ് ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, സാറിന് തന്നെയാണെ പാടാൻ സാധിക്കും, പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ആലോചിക്കാന്ന് പറഞ്ഞു. കാരണം കുട്ടികൾ അത് പ്രോമിസ് ലംഘിച്ചു. ഞാൻ പറഞ്ഞിരുന്നു, എന്തെങ്കിലും അങ്ങനെ വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് ഇത് അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും എല്ലാവരും ഉണ്ട് അവിടെ. അതങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് എനിക്കാണ് പ്രശ്നം വരുന്നത്, കോളേജിനാണ് പ്രശ്നം വരുന്നത്. അത് പോലീസ് ഭയങ്കര വിജിലന്റ് ആണ്. ഇപ്പൊ കുസാറ്റിലെ സംഭവം കഴിഞ്ഞപ്പോൾ ഈ ഓർഡർ നേരത്തെ ഉള്ള 2015 മുതലുള്ള ഓർഡറാണ്. കുസാറ്റിലെ സംഭവം കഴിഞ്ഞിട്ടാണ് ഇത് ഭയങ്കര പ്രാബല്യത്തിലേക്ക് വന്ന് പോലീസ് സ്ട്രിക്റ്റ് ആയേക്കുന്നത്, കർക്കശമായേക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ അവിടെ വന്ന് പറഞ്ഞത്. ഞാൻ എന്നിട്ട് സാറിനോട് സംസാരിച്ചു. സാറ് പറഞ്ഞു, കുട്ടികൾ ഇത് കൺവേ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, സിംഗിളായിട്ട് പാടാനായിട്ട് ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത്, സാറിന് സിംഗിളായിട്ട് പാടാം, അതിനൊരു കുഴപ്പമില്ല, ഇങ്ങനെ പാടാൻ എനിക്ക് അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞ. കോളേജിലെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഞാൻ റെസ്പോൺസിബിൾ ആണ്. ഞാൻ എന്നിട്ട് മൈക്കിന്റെ മുന്നിൽ വെച്ച് ഒന്നുകൂടെ അവിടെ സംസാരിച്ചു. കുട്ടികളോടായിട്ട് സാറിനോടായിട്ടും ഞാൻ സംസാരിച്ചു. സിംഗിൾ ആയിട്ടാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ സംസാരിക്കുകയും ചെയ്തു. സാറിന് ഞാൻ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഞാൻ സാറിനെ ബഹുമാനിക്കുന്ന ആളാണ്. സാറിന്റെ പാട്ടുകളൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുള്ള ആളാണ്. അത് അങ്ങനെ ഒരു ഉദ്ദേശമേ എനിക്കില്ലായിരുന്നു. ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയിപ്പോയി. കുട്ടികൾ അങ്ങനെ എന്റെ വാക്കുകൾ അതുപോലെ ലംഘിച്ചല്ലോ എന്നോർത്ത് ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. അത് എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ 2 പേരുള്ള പാട്ടുകളാണല്ലോ കണ്ടിന്യൂ ചെയ്യുന്നത്. അതെനിക്ക് അനുവദിക്കാൻ നിയമം എന്നെ അനുവദിക്കുന്നില്ല, അത് അനുവദിക്കാനായിട്ട്. അതുകൊണ്ടാണ് എനിക്ക് സ്റ്റേജിൽ കയറേണ്ടി വന്നതും അങ്ങനെ പറയേണ്ടി വന്നതും. സാറിനെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ സാറിന് ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സാറിനെ അതിനെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ശ്രീ ജാസി ഗിഫ്റ്റ്, ഇതാണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോഴും ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇത് കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ മാഡത്തിനോട് ചോദിച്ചിരുന്നു. അവിടെ അങ്ങനൊരു വേദിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മറ്റൊരു ഗായകനോ ഗായികയോ ആയിരുന്നെങ്കിൽ, ജാസി ഗിഫ്റ്റ് അല്ല, ജാസി ഗിഫ്റ്റിന്റെ മര്യാദയെക്കുറിച്ചും ജാസി ഗിഫ്റ്റിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും ഇത്രയധികം അപമാനിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടായപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ കാണുന്നതാണ്. അപ്പം അദ്ദേഹം ആയതുകൊണ്ട് മാത്രമല്ലേ അങ്ങനൊരു ധൈര്യം വന്നത് എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ, അല്ലെ?
പോയിന്റ് സാധിക്കുള്ളൂ. ജാസി ഗിഫ്റ്റ് സാർ ആണെങ്കിലും ജാസി ഗിഫ്റ്റ് സാറും മറ്റവരും തമ്മിൽ ഒരു കമ്പാരിസന്റെ ഇവിടെ ആവശ്യമില്ല. സാറും വളരെ പ്രസിദ്ധനായ ഒരു ഗായകനല്ലേ. നമ്മൾ എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? സാറും ഇതാണ് പ്രിൻസിപ്പലിന് പറയാനുള്ള ഭാഗം ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഞാൻ വിചാരിക്കുന്നത് കൃത്യമായി നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും അറിയിക്കേണ്ടതാണ്. ഈ പറയുന്ന റൂൾസോ കാര്യങ്ങളോ ഒക്കെ ഇതിനു മുമ്പ് താങ്കൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു ഷോയിൽ ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ആദ്യമായിട്ട് ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇതാണ്. ഈ കാര്യങ്ങളെ കുറിച്ച് കുട്ടികൾ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. ഇപ്പൊ ആക്ച്വലി ടീച്ചറിന്റെ പ്രഷർ എനിക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴ് നമ്മൾ ആക്ച്വലി ഈ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ എപ്പോഴും അറിയാലോ. ഇപ്പം ഞാന് പാടുന്ന പാട്ടുകളെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു സജിൻ ജയര എന്ന് വെച്ചാൽ പയ്യൻ എന്റെ കൂടെ ഈ ഒറിജിനൽ റെക്കോർഡിലും പുള്ളി തന്നെയാണ് പാടിയിരിക്കുന്നത്. അപ്പൊ പുള്ളി പാടിയത് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനും ഇല്ലെങ്കിൽ സാധാരണ അറിയാലോ. ഇപ്പം നമുക്ക് എക്സാമ്പിൾ സോങ്സ് ഞാൻ പറയുന്നില്ല. ഇപ്പം അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പാടുന്ന പാട്ട് അത് മാത്രമല്ലല്ലോ, നമ്മുടെ ഒരു ജോൺറെ വേറെയാണ്. അപ്പൊ അത് കാരണം എപ്പോഴും മൾട്ടിപ്പിൾ ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെ കാണാം. അതിപ്പോ ബാക്ക് സ്റ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ നമ്മുടെ കൂടെ എപ്പോഴും പാടാനും കോസിംഗേഴ്സ് കാണും. ഇപ്പോഴേ ഇതിൽ എനിക്ക് തോന്നി ഇപ്പം ഒരാള് പാടിയാലും രണ്ടുപേര് പാടിയാലും പ്രശ്നം ഒരാള് പാടിയാലും ഉണ്ടാവാറില്ല, രണ്ടുപേര് പാടിയാലും ഉണ്ടാവില്ല. അതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ടീച്ചറിന്റെ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം എന്താണ് അങ്ങനെ സംഭവിച്ചു പോയത് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇതിലിപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഒരാളോ രണ്ടാളോ ഇപ്പൊ നമുക്കറിയാം വലിയ പാർട്ടീസൊക്കെ ഒരു ഒറ്റ DJ നിന്നിട്ടാണ് അത്രയും ആളുകളെ ഇളക്കി മറിക്കുന്നത്. അപ്പം അതിലല്ല കാര്യം. അത് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? ഇപ്പൊ കോളേജിന്റെ ഭാഗത്തല്ലേ ആ ഉത്തരവാദിത്തം ക്ഷണിക്കപ്പെടുന്ന അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. അതാണ്. അപ്പം ഇപ്പൊ എന്നെ ഇപ്പോഴും ഒരു കോളേജിൽ വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു 4-5 പാട്ട് പാടുക എന്റെ കടമയാണ്. അത് കേൾക്കാനാണ് വിളിക്കുന്നത്. അതിപ്പോ ഞാന് പെർഫോം ചെയ്യുക, അത് എങ്ങനെ വേണോ പെർഫോം ചെയ്യാമല്ലോ എന്നൊരു സംഭവമാണ് ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും കാണുന്നത്. അതാണ് ഇതിലെ സംഭവം. ഇതിലിപ്പം നമ്മൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ നമുക്കറിയാം എത്രത്തോളം ആരാധകർ താങ്കൾക്കുണ്ടെന്നുള്ളതിനെ കുറിച്ച് താങ്കൾക്ക് തന്നെ വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. അപ്പം അത്രയും ആളുകളോട് ഇപ്പം വലിയ രീതിയിൽ ഈ പ്രിൻസിപ്പലിനെതിരെയൊക്കെ വലിയ ആക്രമണമൊക്കെ നടക്കുന്നുണ്ട്. അവിടെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു, സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന വികാരമാണ്. പക്ഷേ കേരളത്തിൽ ഈ സംഭവം ഇല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ കലാകാരന്മാർക്കിടയിൽ ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്, അതിന് എന്ത് ന്യായമോ പ്രിൻസിപ്പളോ ഇല്ലെങ്കിൽ വേറെ ഇനി ആരെങ്കിലും ചെയ്യുകയാണെങ്കിലും അവർ പറഞ്ഞാലും അതിന് ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. അത് അവസാനിപ്പിക്കേണ്ടേ? കലാകാരന്മാരെ അപമാനിക്കുന്ന രീതി അതത്ര ശരിയല്ലല്ലോ നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ സംഘടനകളിൽ നിന്നും പേഴ്സണലായിട്ട് മ്യൂസീഷ്യൻസും എല്ലാം ഇപ്പോഴ് എനിക്ക് നടന്നത് അവരെല്ലാം വളരെ പേഴ്സണലായിട്ട് കണ്ടിട്ട് അവർക്ക് ഇത് എന്താണ് അവരാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതൊക്കെ അവരെന്നോട് പ്രകടിപ്പിച്ചായിരുന്നു. അപ്പൊ ഈ ഒരു സംഭവം ആർട്ടിസ്റ്റുകൾക്ക് ഒരു ബഹുമാനം തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്. അതിൽ പോപ്പുലർ ആണോ പോപ്പുലർ അല്ലാത്തതോ എന്നുള്ളതല്ല കാര്യം. ആർട്ടിസ്റ്റിന് എപ്പോഴും ഒരു ബഹുമാനം എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ പലപ്പോഴും ആർട്ടിസ്റ്റുകള് അറിയാലോ പെട്ടെന്നായിരിക്കും ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുന്നത്. അപ്പൊ അതിനകത്തൊക്കെ മാറ്റി നിർത്താൻ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്. ഇവിടെ ഈ മൈക്ക് തട്ടിപ്പറിക്കൽ ഇപ്പം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം. അവിടെ അതായത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിന്നു പോകുന്ന, അത് എന്തൊക്കെ ടെക്നിക്കൽ കാരണമാണോ ഇല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടലാണോ എന്നുള്ളതല്ല, അത് നിന്നു പോവുക എന്ന് പറയുന്നത് കലാകാരന്മാരെ സംബന്ധിച്ച് എത്ര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് അറിയാം. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ കൂടി, അതായത് ഇത്തരം സംഭവങ്ങൾ നിയമമുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് ഉണ്ടാകാതിരിക്കാൻ കൂടി ഇങ്ങനെയുള്ള സംഘാടകർ ഇല്ലെങ്കിൽ കോളേജാണോ മറ്റെന്തെങ്കിലും ക്ലബിന്റെ പരിപാടിയാണെങ്കിലും ഇവർ കൂടി ശ്രദ്ധിക്കേണ്ടതില്ലേ? അപ്പം ഇതൊരു പാഠമായിട്ട് എടുക്കാനാണോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ ഇനി കാണുക? ഇതിൽ നിന്നും നമുക്ക് പല പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് പോകേണ്ട ആവശ്യമുള്ളതായിട്ട് ഞങ്ങളുടെ മ്യൂസീഷ്യൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തു. അത് പല രീതിയിലുണ്ട്. കാര്യം നമ്മുടെ പെർഫോമൻസിന്റെ സൈഡിലാണെങ്കിലും ഇല്ലെങ്കിൽ കോളേജുകളിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ മാനേജ്മെന്റ്, പക്ഷെ ഇത് കോളേജ് മാത്രമല്ല, നമുക്ക് എല്ലാ വെന്യൂവും എടുക്കാം. സാധാരണ നമ്മൾ ഇപ്പൊ അറിയാലോ ഉത്സവങ്ങളുടെ സീസണാണ്. അപ്പൊ നമ്മള് വലിയ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഇന്റർഫിയർ ചെയ്യുന്ന ഒത്തിരി മാറ്റേഴ്സ് ഉണ്ടാവാറുണ്ട്.
അപ്പൊ ഇതിനകത്തൊക്കെ ഒരു നിയമം വഴിയുള്ള കൺട്രോൾ എപ്പോഴും നമുക്ക് അതിന് ഭാഗികമായിട്ട് മാത്രമേ നടപ്പാക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം ഈ പറയുന്നത് പോലെ കാണുന്നവരുടെ കയ്യിലായിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത്. ബേസിക് ആയിട്ട് ഓൾറെഡി ഒരു ബേസിക് നിയമം ഉണ്ട് താനും, അത് നമ്മൾ എല്ലാവരും അനുസരിച്ചാൽ നല്ലതായിരിക്കാം. ശരി, വളരെ നന്ദി ഞങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ശ്രീ ജാസി ഗിഫ്റ്റ്. പ്രിൻസിപ്പലിനും നന്ദി. ഈ വിഷയത്തിൽ വ്യക്തമായി ആളുകൾക്ക് വളരെ തെറ്റിദ്ധാരണയുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത്. കാരണം ഒരു കലാകാരനാണ്, അദ്ദേഹത്തോട് ഇങ്ങനെ ബൈക്ക് വാങ്ങുന്നത്, അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ തടസ്സപ്പെടുത്തുന്നതൊക്കെ വലിയ ചർച്ചയാകും നമ്മുടെ നാട്ടിൽ എന്നുള്ളത് ഉറപ്പാണ്. കാരണം കലാകാരന്മാരെയൊക്കെ അത്രയും അടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. അപ്പോൾ അതിൽ കൃത്യമായ വിശദീകരണം നൽകിയതിന്, താങ്കൾ അതിലെ ഖേദം പ്രകടിപ്പിച്ചതിനും നന്ദി. ഗായിക